സുപ്രീം കോടതി വിധിയിലും പത്തിമടക്കാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആഗോള തീരുവ 10% പിന്നാലെ 15% ഉയർത്തുമെന്നാണ് പ്രഖ്യാപനം. സുപ്രീം കോടതി വിധി അമേരിക്കയ്ക്ക് വിരുദ്ധമാണെന്നും ട്രംപ് പരിഹസിച്ചു. പ്രസിഡന്റിന്റെ വിവേചനാധികാരം ഉപയോഗിച്ചാണ് ട്രംപിന്റെ ഈ പുതിയ നീക്കം. ഇതോടെ വ്യാപാര കരാറിലെ ഇന്ത്യയോടുള്ള വ്യാപാര കരാറിലെ വ്യവസ്ഥകളിലടക്കം മാറ്റമുണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിലവിലെ സാഹചര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വാണിജ്യ മന്ത്രാലയം പറയുന്നു. അജയ് സുധാബിജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജയ്, ഈ സുപ്രീം കോടതി വിധി പരിഹാസ്യമാണ് എന്ന് ട്രംപ് പറയുന്ന സാഹചര്യം, ഈ പ്രസിഡന്റിന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് അത് 15% ഈ ട്രംപിന്റെ നീക്കം എന്താണ്? എൽദോ, ട്രംപ് ഇതിനു മുമ്പേ ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങൾക്ക് മേൽ ചുങ്കം ചുമത്താനായി ഉപയോഗിച്ചത് 1977 ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട് ആണ്. ഈ ആക്ട് പ്രകാരം ഈ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഒരു അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ അമേരിക്കയുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് കടുത്ത തീരുവകൾ അത് ചുമത്താൻ സാധിക്കും. അത് മാത്രമല്ല, മറ്റ് കടുത്ത നടപടികളും അത് US പാർലമെന്റിന്റെ നേതൃത്വത്തിൽ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ ആക്ട് നടപ്പിലാക്കാൻ വേണ്ടി US കോൺഗ്രസിന്റെ പിന്തുണയുണ്ടാകണം. അതുപോലെ തന്നെ വോട്ടിങ്ങിൽ ഭൂരിപക്ഷം നേടണം. ഇത്തരം വ്യവസ്ഥകളുമുണ്ട്. എന്നാൽ ഇതൊന്നും പാലിക്കാതെ വളരെ ഏകപക്ഷീയമായിട്ടാണ് ട്രംപ് ഈ ഒരു ആക്ടിന്റെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ചുങ്കം ചുമത്തിയത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി ഹർജികൾ US സുപ്രീം കോടതിയിൽ ഇതിനോടകം തന്നെ വന്നിരുന്നു. അപ്പോൾ അതിന്റെ വാദം കഴിഞ്ഞ നവംബറിലാണ് ആരംഭിച്ചിരുന്നത്. നവംബറിൽ ഈ വാദം തുടങ്ങിയപ്പോൾ തന്നെ US ഇപ്പോൾ വാഷിങ്ടൺ ഈ അവിടെ നിന്ന് പലതരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിരുന്നു. അതുതന്നെ ട്രംപിന്റെ അഡ്മിനിസ്ട്രേറ്റർമാർ പലരും പറഞ്ഞിരുന്നത് ഇതിനെതിരെ തക്കതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇത്തരമൊരു കോടതി വിധി അവർക്ക് എതിരായാൽ തന്നെ മറ്റൊരു പ്ലാൻ ബിയും ട്രംപ് കണ്ടുവച്ചിട്ടുണ്ട് എന്നാണ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേറ്റർമാരിൽ പലരും പറഞ്ഞിരുന്നത്. എന്തായാലും കോടതി വിധി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ട്രംപിന് എതിരായി 3-നെതിരെ 6 വോട്ടുകൾക്കാണ് ഈ കോടതി വിധി ട്രംപിന് ഇപ്പോൾ വിരുദ്ധമായി സംഭവിച്ചിരിക്കുന്നത്. കോടതി വിധി പ്രകാരം ഈ ട്രംപ് പ്രയോഗിച്ച ഈ 1977 ഇന്റർനാഷണൽ എമർജൻസി ആക്ട് എന്ന് പറയുന്നത് അത് നിയമവിരുദ്ധമാണ്. US കോൺഗ്രസിന്റെ പിന്തുണയില്ലാതെ ട്രംപിന് ഇത്തരമൊരു നീക്കം നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നാണ് കോടതി പറഞ്ഞത്. എന്നാൽ ട്രംപ് തന്റെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ആക്ട് പ്രയോജനപ്പെടുത്തിയാണ് നിലവിൽ ഈ 15% തീരുവ അത് എല്ലാ രാജ്യങ്ങൾക്കും മേൽ ചുമത്തിയിരിക്കുന്നത്. ട്രംപ് ഇത് വിശദീകരിച്ചുകൊണ്ട് ഇന്നലെ ട്രൂത്ത് സോഷ്യൽ വഴി ഒരു പോസ്റ്റ് വിട്ടിരുന്നു. അതിൽ ട്രംപ് പറയുന്നത് സുപ്രീം കോടതി വിധി അത് അമേരിക്ക വിരുദ്ധമാണ്, അത് വളരെ സില്ലി ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കോടതി വിധിക്ക് ഒരു പുല്ലുവില നൽകിക്കൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ട്രംപ് ഇന്നലെ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ തൻ്റെ ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് 15% തീരുവ ചുമത്തുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനായി ട്രംപ് ഉപയോഗിച്ചത് 1974 ട്രേഡ് ആക്ടിലുള്ള സെഷൻ 122 ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ആക്ടിനും ചില പരിമിതികളുണ്ട്. അതായത് ഈ ആക്ട് പ്രകാരം 150 ദിവസം മാത്രമേ ട്രംപിന് ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തീരുവ ചുമത്താൻ സാധിക്കുകയുള്ളൂ. ഇതിൽ കൂടുതൽ ദിവസം ഇത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ US കോൺഗ്രസിൽ വോട്ടിങ്ങിന് ഇത് കൊണ്ടുവരണം, വോട്ടിങ്ങിൽ ഭൂരിപക്ഷം നേടണം. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ ദിവസങ്ങൾ ചുമത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ 150 ദിവസം എന്ന് പറയുന്നത് അത് ട്രംപിന് ഒരു സാവകാശമാണ്. അതായത് മറ്റ് US കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള മറ്റ് ഏതൊക്കെ വകുപ്പുകൾ പ്രയോഗിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങൾക്ക് മേൽ കൂടുതൽ തീരുവ ചുമത്താം എന്ന് പഠിക്കാനുള്ള ഒരു സമയം ട്രംപിന് നൽകുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് മറ്റ് ഒരുപാട് ആക്ടുകൾ ഇതിൻ്റെ പിന്നണിയിലുണ്ട്. അതായത് ഡോളറിന്റെ മൂല്യം, പക്ഷേ ഇതിൽ തന്നെ നിരവധി പരിമിതികളും നിലനിൽക്കുന്നുണ്ട്. ട്രംപ് ഇപ്പോൾ ചുമത്തിയ ഈ സെഷൻ 122 പ്രകാരമുള്ള ആക്ടിൽ തന്നെ ഒരുപാട് US കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പരിമിതികളുണ്ട്. അതായത് ഡോളറിന്റെ മൂല്യം ക്രമാതീതമായി ഇടിഞ്ഞാലോ US ട്രേഡിൽ ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടായാലോ മാത്രമേ ഈ സെഷൻ 122 പ്രയോഗിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇത് പ്രസിഡന്റ് വിവേചനാധികാരമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ ഡോളർ ഫേസ് ചെയ്യുന്നില്ല, ഡോളറിന്റെ മൂല്യം ഇടിയുന്നില്ല. അതുപോലെ തന്നെ ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഒന്നുമില്ല. അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ് നോക്കുകയാണെങ്കിൽ അത് വെറും 2.1% മാത്രമാണ്. പക്ഷേ ഈ 150 ദിവസം കൊണ്ട് മറ്റ് ചില ആക്ടുകൾ ട്രംപിന് പ്രയോഗിക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സെഷൻ 201 അതായത് US ട്രേഡിനെ സേഫ് ഗാർഡ് ചെയ്യാനുള്ള ഒരു ആക്ടാണ്. ഇത് അനുസരിച്ച് 4 മുതൽ 8 വർഷം വരെ ട്രംപിന് വേണമെങ്കിൽ ഈ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്താൻ സാധിക്കും. അതുപോലെ തന്നെ സെഷൻ 203
232 സെഷൻ 301 ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഇത്തരം ഒരു പകരച്ചുങ്കം ചുമത്തുകയാണെങ്കിൽ ഇതിന് ഒരു അൺലിമിറ്റഡ് പീരീഡാണ്. ഈ സെഷൻ 232 301 അനുസരിച്ച് ഒരു സമയപരിധി ഇല്ലാതെ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്താൻ സാധിക്കും. എന്നാൽ ഇതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഈ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി ഈ രാജ്യങ്ങൾ അമേരിക്കയുമായി നടത്തിയ ട്രേഡിൽ നിന്ന് പിന്നോട്ട് പോയി, അല്ലെങ്കിൽ ഒരു അന്യായമായിട്ടുള്ള ഒരു ട്രേഡാണ് അമേരിക്കയുമായി നടത്തുന്നത്, അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ അന്വേഷണത്തിൽ കൃത്യമായി തെളിയണം. അതിനുവേണ്ടി ഒരു കമ്മിറ്റിയെ രൂപീകരിച്ച് കൃത്യമായ അന്വേഷണം നടത്തി ഇത്തരമൊരു നീക്കത്തിലേക്ക് പോകണം. ഇപ്പോൾ ചൈനയ്ക്കെതിരെയൊക്കെ ചുമത്തിയിട്ടുള്ളത് ഈ സെഷൻ 302 ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം ചില കണ്ടീഷൻസും ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇന്ത്യയുടെ സാഹചര്യം ഇതിൽ പരിശോധിക്കേണ്ടതാണ്. അതായത് ഇന്ത്യയുമായി അമേരിക്ക ഇപ്പോൾ തന്നെ ഒരു ട്രേഡ് ഡീലിൽ ധാരണയായിട്ടുണ്ട്. ഈ ട്രേഡ് ഡീൽ അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 18% തീരുവയാണ് ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സുപ്രീം കോടതി വിധി അനുസരിച്ച് ഈ കുറഞ്ഞിട്ടുള്ള 10% തീരുവ എന്നുള്ള കണക്കും ട്രംപ് ഉയർത്തിയിട്ടുള്ള ഈ 15% തീരുവ എന്നുള്ള കണക്കും അത് ഇന്ത്യക്ക് ബാധകമാകുമോ എന്നുള്ളതാണ് ഇവിടെ. ഒരു നിമിഷം, ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഈ വ്യാപാര കരാർ നിർത്തിവെക്കണം, വ്യവസ്ഥകൾ അത് പുനഃപരിശോധിക്കണം എന്നൊക്കെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതിൽ ഒരു കാര്യമില്ലേ? ഈ പ്രത്യേകിച്ചും ഈ തീരുവ അത് പുനഃക്രമീകരിക്കണം, തീരുവ ഘടന പുനഃക്രമീകരിക്കണം എന്നുള്ള ഒരാവശ്യമല്ലേ പ്രധാനമായിട്ടും ഇന്ത്യ മുന്നോട്ട് വെക്കേണ്ടത്? ശ്രീ എൽദോ, നിലവിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു കരാർ പ്രാബല്യത്തിലായിട്ടില്ല. ആ കരാറിന്റെ ഫ്രെയിംവർക്ക് തയ്യാറാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് മാർച്ച് മാസം പകുതിയോടുകൂടി ഒരു താൽക്കാലിക കരാറും അത് കഴിഞ്ഞ ഒരു 6 മാസത്തിന് ശേഷം അന്തിമം കരാറും എന്ന രീതിയിലാണ് ടൈം ഫ്രെയിം വെച്ച് ഇന്ത്യയും അമേരിക്കയും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി ഭാരതത്തിന് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതി ട്രംപിന്റെ പരിധിയില്ലാത്ത അധികാരങ്ങൾ ഉണ്ട് എന്ന് ട്രംപ് വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. ട്രംപ് ഉപയോഗിച്ചിരിക്കുന്ന 1977 ട്രേഡ് ആക്ട് അനുസരിച്ച് ട്രംപിന് ഇങ്ങനെയുള്ള ടാരിഫ് പ്രഖ്യാപിക്കാനും നടപ്പാക്കാനുമുള്ള അധികാരമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന് പകരമായി ഇപ്പോൾ ട്രംപ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പ്രാബല്യത്തിലാകണമെങ്കിൽ അതിനൊരു ലെജിസ്ലേറ്റീവ് പിൻബലം വേണം, ഏതെങ്കിലും ഒരു നിയമത്തിന്റെ പിൻബലം വേണം, അല്ലെങ്കിൽ ഭരണഘടനയുടെ പിൻബലം വേണം. ആ പിൻബലം ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ട്രംപിന്റെ നിയമവിദഗ്ധരുടെ ടീം അക്ഷീണം പ്രയത്നിച്ചു എന്ന് വേണം കരുതാൻ. കോടതിയിൽ നിന്നും ഇങ്ങനൊരു വിധി മുൻകൂട്ടി തന്നെ ട്രംപും ടീമും പ്രതീക്ഷിച്ചു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.